പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ കൊണ്ടുപോകാം, നിന്നെ കൊണ്ടുപോകാം. എന്തു തന്നാൽ എന്നെ കൊണ്ടുപോകും? കാക്കക്കറുമ്പ കള്ളക്കുറുമ്പ, കള്ളക്കവണ എറിഞ്ഞെറിഞ്ഞ് കണ്ണു ചുവന്ന കാലിച്ചെറുക്ക. പാട്ടു കേട്ടാൽ നിന്റെ പാട്ടിലാവാൻ നേരമൊന്നിലൊട്ടും നേരമില്ല. ഈ പാട്ടിൻ്റെ പിന്നിലെ കഥ എന്താണ്? പാട്ടിന് പിന്നിലുള്ള കഥ ഞാൻ ഒരു വർഷം മുന്നേ പാടിയ പാട്ടാണിത്. അപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഒരാഴ്ച മുന്നേ ആയിട്ടാണ് ഞാൻ അറിയുന്നത് കൺഫേംഡ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു വർഷം മുന്നേ ലിജോയുടെ പ്രശാന്തിൻ്റെ അസിസ്റ്റൻറ്റ് വിളിച്ചിട്ട് ഞാൻ പോയി പാടിയതാണ്. അപ്പോൾ പാടുന്ന സമയത്ത് ഒരു എന്താ പറയുക, പ്രശാന്ത് വിളിച്ചു, ഞാൻ പോയി പാടി എന്നതിലുപരി അതിനെക്കുറിച്ചിട്ട് ഞാനൊന്നും ബോധേഡായിരുന്നില്ല. ഏത് സിനിമയിലാണ്, ആരുടെ സിനിമയിലാണ്, അല്ലെങ്കിൽ ആരാണ് അഭിനയിക്കുന്നതെന്നും ഞാൻ ചോദിക്കാറുമില്ല. ഐ റിയലി ഡോണ്ട് അങ്ങനെ ചോദിക്കുന്ന വ്യക്തിയല്ല ഞാൻ. അപ്പോൾ എൻ്റെ ബാക്ക് സ്റ്റോറീസ് ഒന്നും എനിക്കറിയില്ല. അദ്ദേഹം വിളിച്ചു, ഞാൻ പോയി പാടി. പക്ഷെ പാടിയ പാട്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു പണ്ടത്തെ KPSC നാടകഗാനങ്ങൾ പോലൊരു പാട്ടാണ്. അപ്പോൾ അത് പാടി വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. അത് കൺഫേംഡ് ആയണോ എന്നൊന്നും ചോദിച്ചിട്ടില്ല ഞാൻ. അപ്പോൾ ലേറ്റർ ഒരു 1 വീക്ക് ബിഫോർ എന്നെ പ്രശാന്തിൻ്റെ അസിസ്റ്റൻറ്റ് വിളിച്ച് മറ്റ് ലാംഗ്വേജസ് പാടണം എന്ന് പറഞ്ഞപ്പോഴാണ് ഐ സെഡ് ദിസ് സോങ് ഇസ് കൺഫേംഡ് ഓർ നോട്ട്. യെസ്, ഇറ്റ് ഇസ് കൺഫേംഡ് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി. അതിന് മുന്നേ ആയിട്ടൊരു ഒരു മാസം മുന്നേ ആയിട്ട് ലിജോ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലിജോ അഭയ ഒന്ന് വരണം, മലൈക്കോട്ടെ വാലിബന് വേണ്ടിയിട്ടൊന്ന് വരണം എന്ന് പറഞ്ഞു. ഇത്രമാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെ ആവേശത്തിൽ, എനിക്ക് ആ പടത്തിൽ പാടാനുള്ളൊരു അവസരമാണല്ലോ, അപ്പോൾ ലിജോ ആയിരിക്കും എടുക്കുക. പ്രശാന്താണ് എൻ്റെ കമ്പോസർ എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ അന്നത്തെ ഞാൻ പാടാൻ പോവുകയാണെന്നുള്ളൊരു ആവേശത്തിൽ ഞാൻ പോയി. അപ്പോൾ പോയി കഴിയുമ്പോഴാണ് ലിജോനോട് പറയുന്നത്, അപ്പോൾ ഇത് ഡബ് ചെയ്യണം, ഒരു സ്ത്രീക്ക് വേണ്ടി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡബ് ചെയ്തു. ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു, കാരണം ഡബ്ബിങ് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ വളരെ ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ഞാൻ ലിജു, ഞാൻ പാട്ട് പാടുന്ന ഉദ്ദേശിച്ചൊക്കെയാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഡബ് ചെയ്തെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചെയ്ത് നോക്കാം, വർക്കൗട്ട് ആവണമെങ്കിൽ എടുക്കും, ഇല്ലെങ്കിലും ഒരു പ്രശ്നമില്ല, അത് ടോട്ടലി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ അത് വർക്കൗട്ട് ആയില്ല. അപ്പോൾ ലിജുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി എങ്കിൽ ശരി അബ്ബേ, ആ പാടിയ പാട്ട് ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴാണ് ലിജുയ്ക്ക് പാടിയതെന്ന് പറഞ്ഞു. ഞാൻ വന്ന് ഒരു വർഷം മുന്നേ പാടിയത് ഈ മലൈക്കോട്ടെ വാലിബനാണ്. അതുപോലെ സിസ്റ്റത്തിൽ പ്ലേ ചെയ്ത് തന്നപ്പോൾ ഐ വാസ് ടോട്ടലി ബ്ലോൺ ഓഫ്. ഭയങ്കര സന്തോഷമായി എന്നത് കണ്ടപ്പോൾ. എൻ്റെ പാട്ട് കൺഫേംഡായി അതിൻ്റെ അകത്ത് എൻ്റെ വോയിസ് കേട്ടപ്പോൾ. ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും കൺഫേംഡ് ആവുകയാണെങ്കിൽ എൻ്റെ വോയിസ് തന്നെയാണ്. സിനിമ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാവുന്ന ഒരവസ്ഥയാണ്. അത് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ വോയിസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഒന്നും ഒരു കൺഫർമേഷൻ ഇല്ലാത്തൊരു ഇതാണ്. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ തിയേറ്ററിൽ ആ പാട്ട് കാണുമ്പോഴായിരിക്കും ചില സമയത്ത് നമ്മൾ, അങ്ങനെ പല പാട്ടുകളുണ്ട് കേട്ടോ. ഞാൻ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ പാടിയത് ചിലപ്പോൾ മാറ്റപ്പെടാം. അപ്പോൾ നമ്മൾ സ്ക്രീനിൽ അത് കാണുമ്പോഴാണ് എൻ്റെ വോയിസ് അവർ ഉപയോഗിച്ചിട്ടുണ്ടല്ലേ എന്ന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷകളൊന്നും വയ്ക്കാറില്ല പലപ്പോഴും. അത് അങ്ങനെ പ്രതീക്ഷയില്ലാതെ നടക്കുന്നതിലും ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്കത് അങ്ങ് ഇഷ്ടമാണ്. അതിങ്ങനെ പെല്ലിശ്ശേരിയായിട്ട് മുൻപ് പരിചയമുണ്ട്? ഉണ്ട്. ലിജുവിനെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കാനഡയിൽ അവാർഡ്സിന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുണ്ട്. ഈ ഒരു സീൻ അല്ലെങ്കിൽ ഈ ഒരു പാട്ടിൻ്റെ അവസാന ഭാഗത്തേക്ക് മോഹൻലാലിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് വളരെ പ്രേക്ഷകർ ഇപ്പോൾ വളരെയധികം അത് ഏറ്റെടുക്കുകയും പാട്ട് വൈറലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രതികരണങ്ങൾ വരുന്നത്? ലാലേട്ടൻ അവസാനം ലാൽ സാർ കാണിക്കുന്നുണ്ടോ, അവസാനം ചെമ്പ് പൊട്ടിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ വളരെ ഞാനത് നേരത്തെ കണ്ടതാണ്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ പാടിയൊരു പാട്ടിൽ ലാൽ സാറ് വന്നിങ്ങനെ മാസ് കാണിക്കുമ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു ബൊണാൻസ ഉണ്ടല്ലോ, നമുക്കൊരു ഭയങ്കര കിക്കുണ്ടല്ലോ. ആ കിക്ക് ഞാൻ നേരത്തെ ആസ്വദിച്ചതാണ്. ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാനത് കണ്ടു. ഞാൻ ഈ യൂട്യൂബിലെ കമൻസൊക്കെ വായിച്ചപ്പോൾ ഫാൻസൊക്കെ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. എവരിബഡി ലൈക്ഡ് ദ സോങ് ആൻഡ് മൈ വോയിസ്. ഇതിൻ്റെ ഒരു റെക്കോർഡിംഗ് സെക്ഷൻ എങ്ങനെയായിരുന്നു?
റെക്കോർഡിങ്ങിൽ പ്രശാന്തിൻ്റെ അസിസ്റ്റൻസാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മിടുക്കന്മാരായിട്ടുള്ള അസിസ്റ്റൻസ് വളരെ കൃത്യമായിട്ട് പാട്ടിൻ്റെ ഒരു ഭാവം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ പണ്ടത്തെ KPC ഈ ഗാനങ്ങളുടെ ഒരു പ്രത്യേകത കൂടുതലും സംഗതികളും അതിൻ്റെ ഒരു അതിഭാവുകത്വം ഉണ്ട്. നമ്മൾ നാടകങ്ങൾക്ക് വേണ്ടി പാടുന്ന പാട്ടാണ്. അപ്പം നാടകത്തിനൊരു അതിഭാവുകത്വം എപ്പോഴും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാനത് എൻ്റെ അമ്മാവനൊക്കെ KPC ചന്ദ്രശേഖരൻ എന്നൊക്കെ പറയും. അദ്ദേഹമൊക്കെ നാടകഗാനങ്ങൾ ഒരുപാട് പാടിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് തന്നെയാണ് വളരുന്നത്. അപ്പോൾ ആ പാട്ട് പാടുന്ന സമയത്ത് ഞാൻ കുറേ സ്ഥലങ്ങളിൽ എക്സ്ട്രാ സംഗതീസും എനിക്ക് വേണ്ടുന്ന തരത്തിൽ ഇങ്ങനെ പാട്ടിനെ മാറ്റാനുള്ള ശ്രമമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷെ വൺസ് ഞാൻ പ്രശാന്തിൻ്റെ അസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഒന്നും വേണ്ട, നമുക്ക് സിമ്പിളായിട്ട് പാടിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വൺസ് ഞാൻ ആ പാട്ട് വളരെ സിമ്പിളായിട്ട് പാടിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് വേണ്ടുന്ന സ്ഥലത്ത് കറക്റ്റായിട്ട് ഭാവം കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അധികം സംഗതികളുടെ ഒന്നും ആവശ്യമില്ലാതെ വളരെ സൂത്തിങ് ആയിട്ട് ആ പാട്ട് കേൾക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ എപ്പോഴും പാട്ടെന്ന് പറയുന്ന സംഗതിയും അങ്ങനത്തെ കാര്യങ്ങളല്ല, ഭാവം എന്നുള്ളതാണ്, കൃത്യമായി ഭാവം കൊടുക്കുക എന്നുള്ളതാണ് പാട്ടിൻ്റെ ധർമ്മം. അവരെന്താണ് ആ ഒരു സമയത്ത് പറഞ്ഞത്, എങ്ങനെ ഈ ഒരു പാട്ടിനെ പ്രസന്റ് ചെയ്യണം എന്നാണ് ഈ റെക്കോർഡിംഗ്? കാമുകനും കാമുകിയും തന്നെയാണ്, ഒരു ലവ് സോങ് ആണിത്. അപ്പോൾ അതിൻ്റെതായ ഇമോഷൻസിൽ പാടിയാൽ മതി എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഈ ഒരു പാട്ടിന് അധികം മ്യൂസിക് ഇല്ല, ബാക്ക്ഗ്രൗണ്ടിൽ വളരെ കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിനെപ്പറ്റി എന്ത് തോന്നി? ഇതിൻ്റെ ഒരു ഈ പാട്ടിന് ഈ സീനിന് ആവശ്യം ഉള്ള സാധനമാണ് ഒരു ഹാർമോണിയം മാത്രമായിട്ട് അത്രയും സിമ്പിളായിട്ട് വരണം. അതിൻ്റെ കഥ ആവശ്യപ്പെടുന്നത്, അതിൻ്റെ സീൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഹാർമോണിയം മാത്രം വെച്ച് വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പോൾ ഈ പാട്ടിൽ കൂടെ പാടിയിട്ടുള്ളത് ശ്രീകുമാർ വാക്കി എന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പോൾ നിങ്ങൾ ഒരുമിച്ചായിരുന്നോ ഇത് റെക്കോർഡ് ചെയ്തത്? അദ്ദേഹം നേരത്തെ പാടിയിട്ടുണ്ടായിരുന്നു പാട്ട്. ഞാനത് കേട്ടിട്ട് അതിൻ്റെ ഫീമെയിൽ റിപ്ലൈ വേർഷൻ പോലെയാണല്ലോ ചെയ്തത്. എനിക്കിഷ്ടമുള്ള റെൻഡറിങ് ഉള്ള എനിക്കിഷ്ടമുള്ളൊരു മ്യൂസീഷ്യനാണ് അദ്ദേഹം, സിംഗറാണ് അദ്ദേഹം. എനിക്ക് അനുരാഗ് വിലോചനായി, പിന്നെ ഈ ആമയിലെ തന്നെ ഇതുപോലൊരു മൂഡിലുള്ളൊരു പാട്ടും വളരെ രസകരമായിട്ടുള്ള സിംഗിങ് ആണ് അദ്ദേഹത്തിൻ്റെ, എനിക്കിഷ്ടമാണ്. അപ്പോൾ എനിക്ക് അതിലും സന്തോഷമുണ്ട്, അദ്ദേഹത്തിൻ്റെ കൂടെ പാടിയതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്.